എല്ലാവർക്കും DCB മീഡിയയുടെ തിരുവോണാശംസകൾ. ഇന്ന് ഓഗസ്റ്റ് 26 ബുധനാഴ്ച. ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത്. തിരുവോണ ദിനമായ ഇന്ന് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ അറിയിപ്പ്, ഓണത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് ഓഗസ്റ്റ് മാസത്തെ 2000 രൂപയുടെ വിതരണം ഈ മാസം 19-ാം തീയതി മുതൽ ആരംഭിച്ചിരുന്നു. ഭൂരിഭാഗം പേരുടെയും അക്കൗണ്ടുകളിലേക്കും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേർന്നു കഴിഞ്ഞു. ഇനിയും പെൻഷൻ തുക എത്തിച്ചേരുവാനുള്ള കുറച്ചു പേർക്കായി ഈ മാസം 31-ാം തീയതി വരെ പെൻഷൻ വിതരണം തുടരുന്നതാണെന്ന് ധനവകുപ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 31-ന് ശേഷവും പെൻഷൻ ലഭിക്കാത്തവർ അതിന്റെ കാരണം സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് പരിശോധിക്കേണ്ടതാണ്. പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമായ 200 മുതൽ 500 രൂപ വരെയുള്ളവർക്ക് ആ തുക പ്രത്യേകമായി അടുത്ത ദിവസങ്ങളിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. അടുത്ത അറിയിപ്പ്, ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ നടത്തുന്നവർക്കും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് പദ്ധതി PMFME കാലാവധി 5 വർഷം കൂടി നീട്ടുകയാണ്. 10,000 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് അനുവദിച്ചിരുന്നത്. പുതിയ ഫുഡ് ബിസിനസ് സ്ഥാപിക്കുന്നവർക്കും നിലവിലേത് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്കുമുള്ള സാങ്കേതിക സാമ്പത്തിക സഹായം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ 60% തുക കേന്ദ്രം വഹിക്കും. ബാക്കി സംസ്ഥാനങ്ങളുടെ ചുമതലയാണ്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും വനിതകൾക്കും മുൻഗണനയുണ്ട്. കേരളത്തിൽ കുടുംബശ്രീ യൂണിറ്റുകൾക്കും ആനുകൂല്യം കിട്ടുന്നുണ്ട്. ഇതുവരെ 2 ലക്ഷം ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. പുതിയ യൂണിറ്റിന് 10 ലക്ഷം രൂപ വരെയാണ് സഹായം ലഭിക്കുന്നത്. അടുത്ത അറിയിപ്പ്, സഹകരണ മേഖലയിലെ വായ്പാ കുടിശ്ശികക്കാർക്ക് ആശ്വാസകരമായി ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി 1 മാസം കൂടി നീട്ടി. ഓഗസ്റ്റ് 31 വരെ നിശ്ചയിച്ചിരുന്ന പദ്ധതി സെപ്റ്റംബർ 30 വരെയാണ് നീട്ടിയത്. മഴക്കെടുതി, ഓണാവധി എന്നിവ കണക്കിലെടുത്താണ് സഹകരണ വകുപ്പിന്റെ തീരുമാനം. സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പകൾക്ക് ഇളവ് നൽകി തിരിച്ചടവ് പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹകരണ സംഘങ്ങളിലെയും ബാങ്കുകളിലെയും നിഷ്ക്രിയ ആസ്തി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ആശ്വാസ് 2026 എന്ന പേരിൽ ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ മൺസൂണിലുണ്ടായ തീവ്രമായ മഴക്കെടുതി, ഓഗസ്റ്റിലെ തുടർച്ചയായ ഓണാവധി തുടങ്ങിയ കാരണങ്ങളാൽ സഹകാരികൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ലെന്നും സമയം നീട്ടി നൽകണമെന്നുമുള്ള വ്യാപകമായ ആവശ്യം ഉയർന്നതോടെയാണ് പദ്ധതിയുടെ കാലാവധി ദീർഘിപ്പിച്ച് മന്ത്രി ശ്രീ M. ലിജുവിന്റെ നിർദ്ദേശപ്രകാരം സഹകരണ സംഘം രജിസ്ട്രാർ സർക്കുലർ പുറപ്പെടുവിച്ചത്. അടുത്ത അറിയിപ്പ്, റീൽസ് ചിത്രീകരിക്കാനടക്കം വാഹനങ്ങളിൽ നിയമവിരുദ്ധമായി വരുത്തുന്ന ഓരോ രൂപമാറ്റത്തിനും മോട്ടോർ വാഹന വകുപ്പ് 5000 രൂപ പിഴ ഈടാക്കും. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. അനധികൃത രൂപമാറ്റങ്ങൾ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കും. കമ്പനി നിർമ്മിച്ച വാഹനങ്ങൾ അതേ രൂപത്തിൽ നിരത്തിൽ ഉപയോഗിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. 3 മാസത്തിനിടെ പിടികൂടിയ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളുടെ കണക്കുകൾ സഹിതം റിപ്പോർട്ട് നൽകാൻ ഗതാഗത കമ്മീഷണർ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അതേസമയം വാഹന രൂപമാറ്റം സംബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിൽ വകുപ്പ് നടത്തിയ സർവേയിൽ 17,000-ലേറെ നിർദ്ദേശങ്ങളാണ് ലഭിച്ചത്. ഇവയുടെ പരിശോധന 2 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കി സെപ്റ്റംബറിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകും. എന്നാൽ രൂപമാറ്റം സംബന്ധിച്ച കേന്ദ്ര നയം വ്യക്തമായതിനാൽ വലിയ ഇളവുകൾക്ക് സാധ്യത കുറവാണ്. ഈ ഇൻഫർമേഷൻസ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.